വിശ്വാസിയുടെ പിതാവ് അത് ഞാൻ പറഞ്ഞു, യഹൂദന്മാർ വിഷയം പറഞ്ഞു. പിന്നെ ബഹുഭാരിത്വം. ഞാൻ ചോദിക്കട്ടെ, ബഹുഭാരിത്വം നിങ്ങൾ യേശുവിന്റെ അധ്യാപനത്തിൽ അത് ഞാൻ പറഞ്ഞു, അത് അവിടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് നിയമം മാറ്റിയെന്ന് പറയൂ. ആ ബഹുഭാരിത്വം എന്നിവിടെ തെറ്റാണെങ്കിൽ വിശ്വാസിയുടെ പിതാവ് എബ്രാഹിമിന് എത്ര ഭാര്യമാരുണ്ട് ബൈബിൾ പ്രകാരം? വിശ്വാസിയല്ല ഞാൻ ചോദിക്കുന്നത്, വിശ്വാസിയുടെ പിതാവ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് യേശു ക്രിസ്തു വാക്യം എന്താണ്? നിങ്ങൾക്കെന്താ എബ്രാഹിമിനെ അംഗീകരിക്കാൻ കഴിയില്ലേ? എബ്രാഹിമിന്റെ അധ്യാപനം നിങ്ങൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതിനെ പഠിക്കേണ്ടത്. ആരായിരുന്നു എബ്രാഹാം? വിശ്വാസം കൊണ്ട് ഏറ്റവും ഉന്നതി നിന്ന വ്യക്തിയല്ലേ? ആ എബ്രാഹിമിന് എത്ര ഭാര്യമാരുണ്ട്? എത്ര അടിമ സ്ത്രീകളുണ്ടായിരുന്നു? നിങ്ങൾ എങ്ങനെയാണ് ഇവരെയൊക്കെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുന്നത്? യേശു പറഞ്ഞ നിങ്ങൾ എബ്രാഹിമിന്റെ മക്കളായിരുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുമായിരുന്നു. അത് എബ്രാഹിമിന്റെ മകൻ തീർത്തും ശരിയാണ്. കോടതി പറഞ്ഞു ഞാൻ പറഞ്ഞത് അബ്രാഹത്തിന്റെ ഭാര്യമാരെ കണക്കാ പറഞ്ഞത്. അതൊന്നും പറഞ്ഞല്ലോ. അബ്രാഹത്തിന് എത്ര ഭാര്യ ഉണ്ടായിരുന്നു? ഒറ്റ ഭാര്യ ഉണ്ടായിരുന്നു, സാറ. രണ്ടാമത് ഭാര്യ ഉണ്ടായിരുന്നില്ല, സാറ മാത്രമായിരുന്നു. സാറയ്ക്ക് മക്കളില്ലാതിരുന്നപ്പോൾ അന്നത്തെ കാലത്തെ ആചാരക്രമം അനുസരിച്ച് സാറയുടെ ദാസിയെ അബ്രാഹത്തിന് നൽകി. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വാടക ഗർഭധാരണം എന്ന് പറയാം. ഭാര്യ നൽകി എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിനായി നൽകി എന്നർത്ഥമുള്ളൂ. അതിനുശേഷവും ഹാഗാർ ആരുടെ കീഴിലായിരുന്നു? അബ്രാഹത്തിന്റെ കീഴിലല്ല, സാറയുടെ കീഴിലായിരുന്നു. അബ്രാഹം വ്യക്തമായി പറയുന്നുണ്ട്, നിനക്ക് ഹാഗാറിന് ഇഷ്ടമുള്ള ചെയ്തോളൂ, കാരണം ഇപ്പോൾ നിന്റെ ദാസിയാണ്, എന്റെ അല്ല. കുഞ്ഞിനെ സാറായുടെ എനിക്ക് കൊടുക്കുക, കുഞ്ഞിനെ. ഹാഗാറിന്റെ സംഭവത. അപ്പൊ സാറ ഹാഗാറിനെ പിടിച്ച് പുറത്താക്കിയത് നിന്റെ ഇഷ്ടമാണ്, കാരണം എന്റെ ഭാര്യയല്ല, നിന്റെ ദാസിയാണ്. സാറ മാത്രമേ ഭാര്യയുള്ളൂ. നിങ്ങൾ ബൈബിൾ എടുത്ത് പരിശോധിച്ചറിയാം. ഹാഗാറിന് അതുപോലെ കരുതി, ദാസിയായിട്ട് കരുതിയിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ സാറ മരിക്കുകയാണ്. സാറ മരിക്കുന്നു, ഹാഗാർ പോയി. സാറ മരിക്കുന്നു. സാറ മരിച്ചു കഴിഞ്ഞാൽ അബ്രാഹത്തിന് ഭാര്യയില്ല. അങ്ങനെ ഭാര്യ ഇല്ലാത്തപ്പോഴാണ് കെത്തൂറയെ കല്യാണം കഴിക്കുന്നത്. അപ്പോഴൊരു ഭാര്യയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, അപ്പോഴൊരു ഭാര്യയുള്ളൂ. അതായത് അബ്രാഹത്തിന് ഔദ്യോഗിക ഭാര്യമാർ രണ്ടാണ്. ഒന്ന് സാറ, രണ്ട് കെത്തൂറ. സാറ മരിച്ചപ്പോൾ കെത്തൂറയെ കല്യാണം കഴിച്ചു. അതിൽ 5 മക്കളുണ്ടായി. ഹാഗാർ എന്ന് പറയുന്നത് ഭാര്യ പദവിയിലുള്ളതല്ല, ദാസി പദവിയിലുള്ളതാണ്. ഭാര്യയെ നൽകി എന്ന് പറയുന്നത് ആ പ്രയോഗമാണ്. അതായത് സാറയുടെ കീഴിലുള്ളതാണ്, അബ്രാഹത്തിന് കീഴിലുള്ളതല്ല. അത് ആ സിസ്റ്റമാണ്. അന്നത്തെ കാലത്ത് വാടക ഗർഭധാരണത്തിന്റെ മറ്റൊരു രൂപം. അത്രയേ ഉള്ളൂ. മക്കളില്ലാത്തത് കൊണ്ട് സാറ ചെയ്ത പരിപാടി. അപ്പൊ സാറ അബ്രാഹത്തിന് അനേകം ഭാര്യമാരെ തെറ്റിദ്ധരിക്കരുത്. ബൈബിൾ വായിച്ച് നമുക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാം. അബ്രാഹവും സ്വീകരിച്ചിരിക്കുന്ന നയം എന്ന് പറയുന്നത്, വിവാഹം എന്ന സങ്കല്പത്തിൽ വരുമ്പോൾ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. മോശത്തരേ പറഞ്ഞുള്ളൂ. കാരണം എന്താ? അന്യന്റെ ഭർത്താവിനെ മോഹിക്കാം. ബഹുഭാരിത്വമുള്ള ജനതയാണ് ഇസ്രായേൽക്കാരെ. അന്യന്റെ ഭർത്താവിനെ മോഹിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്യന്റെ ഭർത്താവിനെ മോഹിക്കുന്ന 2 ഭാര്യ ഉണ്ടെങ്കിൽ ഒരു ഭാര്യ മറ്റു ഭാര്യയുടെ ഭർത്താവിനെ മോഹിക്കാം. അപ്പോൾ അത് ചെയ്യാമെന്ന് മോശയ്ക്ക് കൊടുത്ത നിയമം. യേശു പറഞ്ഞു നോ. അത് ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു, നിയമപ്രകാരം തലാഖ് ചൊല്ലി ഡിവോഴ്സ് ചെയ്യുന്നു, വീണ്ടും വേറെ വ്യക്തി ആ സ്ത്രീ കല്യാണം കഴിക്കുന്നു പറഞ്ഞാൽ നിയമപരമായ വ്യഭിചാരമാണത്. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. യേശു പഠിപ്പിക്കുക. യേശു പറഞ്ഞ ഒരു പുരുഷന്റെ സ്ത്രീ മതി, അവിടെ ഒരുമിച്ച് ജീവിച്ചോളണം, അതിന് ക്രമദൈവം തരും. അപ്പോൾ വിവാഹം ഡിവോഴ്സ് ചെയ്ത് വീണ്ടും വിവാഹം കഴിച്ചാൽ അത് വ്യഭിചാരമാണെന്ന് യേശു പഠിപ്പിക്കുന്നു. മോശം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോ പ്രമാണങ്ങളെയും യേശു ക്രിസ്തു വ്യക്തമായി മോശയുടെ പ്രമാണങ്ങളെ അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ദൈവിക നിയമമാണെന്നേ, ദൈവിക നിയമമാണ്. അതാണ് അതിന് പൗലോസിലേക്ക് എടുത്ത്